തിരക്കായിരുന്നു. ഒരു കാര്യം പറയാം. പിന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് സ്കൂട്ടർ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നിന്റെ ആങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, അവനോട് പറഞ്ഞ എനിക്കൊന്നൊരു സ്കൂട്ടർ ഒന്ന് ഒപ്പിച്ചേരണം. അവനെ കൊണ്ട് അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണ്ടേ? എന്തോന്ന് വെച്ചാ അത് ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണല്ലേ. അച്ഛന് സ്കൂട്ടർ വേണമെങ്കിൽ കാശ് കൊടുത്തോടണം, വാങ്ങണം. പെൻഷൻ കിട്ടുന്ന കാശൊക്കെ പൂത്തി വച്ചേക്കല്ലേ. ആര് പൂത്തി വെച്ചിരിക്കുന്നു? ആര്? എന്റെ കൂടെ കാശൊന്നുമില്ല. എന്റെ മക്കളെ എനിക്കൊരു സ്കൂട്ടർ വാങ്ങി തരുമെന്ന് ഞാൻ വിചാരിച്ചത്. അത് നടന്നില്ലല്ലോ. അത് ഞാൻ അവളോട് ചോദിച്ചത് വലിയ കുഴപ്പമായോ? അത് ഞാൻ അതിന് സമ്മതിക്കില്ല അല്ലേ? അതും വലിയ കുറ്റമായി. അതുള്ളതന്നെ ചേച്ചി. അച്ഛന് ഇതൊന്നുമില്ലെങ്കിൽ ഇത്ര നാള് രാജ്യത്തിന് വേണ്ടി പ്ലെയിനൊക്കെ പറത്തി നടന്ന ഒരാളല്ലേ. ഒരു 3 കൊള്ള സ്കൂട്ടർ വേണമെങ്കിൽ രാജ്യത്തിന് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാം അല്ലേ മാമ? എന്റെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളവർക്കൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ ഭയങ്കര പ്രശ്നമാവും. എങ്കിൽ ഒരു കാര്യം ചെയ്യാം മാമ, നമുക്ക് സ്കൂട്ടർ വേണ്ട. ചേച്ചി അവിടെ പഞ്ചായത്തിന് ലാപ്ടോപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, അതുള്ളത് തന്നെ. ഒരു ലാപ്ടോപ്പ് കിട്ടുമോ? അവളെ ആങ്ങളെയാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അവളല്ല. നിങ്ങളെല്ലാം കൂടെ ഓരോന്ന് ചോദിച്ചോട്ടെ അങ്ങോട്ട്. എനിക്കല്ല എന്റെ നാണക്കേട്. അളിയാ അതല്ല അളിയാ, ഈ കണക്കൊക്കെ കൂട്ടുമ്പോഴേ തെറ്റിപ്പോണം, അതാണ്. അതിനൊരു കാൽക്കുലേറ്റർ മേടിച്ചാൽ മതി. ചേച്ചി കാൽക്കുലേറ്ററിൽ പിന്നെ കൂട്ടിയാ പിന്നെ സേവ് ചെയ്ത് വെക്കണ്ടേ? ലാപ്ടോപ്പ് ആകുമ്പോൾ അതിൻ്റെതായിട്ട് അടിച്ച് സേവ് ചെയ്തൊക്കെ വെക്കാം, അതാണ് നല്ല കാര്യം. നീ കൊണ്ട് വന്നാണ് പഞ്ചായത്തിൽ നിന്ന് വാങ്ങാൻ വേണ്ടി അടങ്ങണം. വേറെ അടുത്തൊന്നും വാങ്ങണം. കാശ് കൊടുത്ത് ഇവിടെ ആരും ഒന്നും വാങ്ങൂലേ. എന്തിനാളി അളിയനെത്ര ചെറിയ മര്യാദക്ക് ചേച്ചി ഒരു സ്കൂട്ടർ ഒരു ലാപ്ടോപ്പ് എന്ത് ഓക്കെ സമാധാനമായല്ല. ഞാൻ ഒരു പരുവത്തിനൊക്കെ ഒപ്പിച്ചോണ്ട് വന്നതായിരുന്നു. ഇല്ല മാമ, നമുക്ക് സെറ്റ് ഇടാം. ഓ ഒരു ലാപ്ടോപ്പ് സ്കൂട്ടർ ഒരു ലാപ്ടോപ്പ് ഒക്കെ കിട്ടിയ വിളിക്കുമോ മാമന്? നടക്കൂ? ഓ നടത്തും, നടത്തിയിരിക്കും. പിന്നെ അല്ല വെള്ളത്ത് മറിഞ്ഞല്ലേ വീണോ? ഓ എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ട ശിവ. ഈ ഞെരിയാണിയുടെ ഭാഗത്ത് ഭയങ്കര വേദനയാ. ഞെരിയാണി ഇവിടെ കണ്ട, അതാണ് ഞെരിയാണി അല്ലേ? കുറച്ചു കാലമായിട്ടുണ്ട്. ഇന്നലെ വരെ വേദനയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഭയങ്കര വേദന. പ്രായമൊക്കെ ആയില്ലേ, ഇനി നടന്നു പോകാൻ പറ്റാതെ ഉറപ്പാ. അത് വല്ല കോച്ച് പിടിച്ചതായിരിക്കും. ഇതാണ് മനുഷ്യന്മാരെ പ്രശ്നം. ആവശ്യമില്ലാതെ ഞെരിയാണ് കോച്ച് പിടിക്കുക, എന്നിട്ട് വേണ്ടാത്തൊക്കെ ചിന്തിച്ചു കൂട്ടുക. ഒരു പശുക്കുട്ടി ആവശ്യമില്ലാതെ ചിന്തിച്ചിട്ട് ടെൻഷൻ ആവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശിവ, നീ അവനെ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ? കാലുവേത്തെന്ന് ഞാൻ നോക്കത്തില്ല. ഇത് കോച്ചി പിടിച്ചൊന്നുമല്ല കേട്ടോ. നമുക്ക് ആശുപത്രി പോവാ. ആശുപത്രി പോയിട്ട് കാര്യമൊന്നുമില്ല. വയസ്സും പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പൊ പരസഹായം വേണ്ടി വരും. ആവശ്യമുള്ളവർ അറിഞ്ഞ് സഹായിച്ചാ കൊള്ളാം. അച്ഛൻ എന്താ വെച്ചാ എങ്ങനെയൊക്കെ സംസാരിക്കണേ? പ്രായമൊക്കെ ആയില്ലേ അളിയാ, ഇനിയിപ്പോ ലൈറ്റായിട്ട് പിച്ചുമ്പോഴൊക്കെ പറയോ? ഇല്ല മാമ, ആശുപത്രി കൊണ്ടുപോകണ കാര്യം പറയും. ശരിയാവില്ല. ഞാൻ കൊണ്ടാക്കണോ അച്ഛാ? വേണ്ടടേ, വേണ്ട. പാവം പോണ പോക്ക് കൊണ്ടാക്കിട്ട് ഇനി എത്ര നാള് കാണുമോ എന്തോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. നിങ്ങളും പോണോ? എന്നാ നിങ്ങൾ കളി അല്ല. ആദ്യം പറക്കേ പിള്ളേരെ. അതെ, നിങ്ങളുടെ അച്ഛന്റെ അസുഖം എന്താന്നേ എനിക്ക് മനസ്സിലായി. ആക്ടിങ് ആണ്, ഫുൾ ആക്ടിങ്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവൂലേ? ഭിന്നശേഷിക്കാർക്ക് സ്കൂട്ടർ കൊടുക്കുള്ളൂ പറഞ്ഞില്ലേ, അന്നേരം തുടങ്ങിയതായി വികലാംഗ നാടകം. പറയരുത്. എന്റെ അച്ഛൻ നിന്റെ അടുത്ത് സ്കൂട്ടർ ചോദിച്ചൊക്കെ ശരിയാണ് എന്ന് വെച്ച് അങ്ങനെ തറപ്പരിപാടി കാണിക്കേണ്ട ഗതികേടൊന്നും എന്റെ അച്ഛന് വന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് എങ്ങനെ ഈ പൊട്ടി മുളച്ചത് ഇതുവരെ ഇല്ലാതിരുന്നൊരു കാലുവേദന? അച്ഛൻ പറഞ്ഞില്ലേ നേരത്തെ ഉണ്ടായിരുന്ന വേദന ഇന്ന് കുറച്ച് വഷളായി. അച്ഛൻ തന്നെ പറഞ്ഞല്ല? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. നിനക്ക് നിന്റെ ചേട്ടന്റെ അടുത്ത് പറഞ്ഞ് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്താൽ എന്തായിരുന്നു കുഴപ്പം? അപ്പൊ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് നാണക്കേടാന്ന്? അതാ ശിവൻ നിന്നോട്ട് ഞാൻ പറഞ്ഞാണ്. സ്നേഹമുള്ള മരുമക്കളൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്റെ സ്വന്തം അച്ഛനെ പോലും ഞാൻ വാങ്ങി കൊടുത്തില്ല, പിന്നെ ആയി. ഓ, നിന്റെ അച്ഛൻ സ്വന്തം അച്ഛൻ. എന്റെ അച്ഛൻ ആര്? പള്ളിയിലച്ഛനാ. പള്ളിയിലച്ഛനോ? നീ ഒന്നും പറയണ്ട, പണയാൻ നടക്കണം. നിന്റെ നാക്കുകൊണ്ട് തന്നെ നീ പറഞ്ഞല്ല എന്റെ അച്ഛൻ അന്യനാണെന്ന്. അങ്ങനെയല്ല പറഞ്ഞേ. എടി നിന്റെ അച്ഛനും അമ്മയും ഞാൻ എങ്ങനെയാണ് കാണുന്നതെന്ന് നിനക്ക് അറിയാമോ? അത് കൂടുതൽ പറയാതിരിക്കുക വേദം. എന്ത്, ഞാൻ അവരെ സ്നേഹിച്ചിട്ടില്ലേ? പിന്നെ ഭയങ്കര സ്നേഹമല്ലേ. എന്തടി മധുരമില്ലാത്ത ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ടല്ലാതെ എന്തെങ്കിലും ഞാൻ അവിടെ കയറി ചെന്നിട്ടുണ്ടോ? ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ചു കൊടുക്കാൻ ആർക്കും പറ്റും. ഒരു അത്യാവശ്യത്തിന് 15,000 രൂപ ചോദിച്ചിട്ട് നിങ്ങൾ കൊടുത്തോ? 15,000 ഉണുമേ സ്വർണ്ണമോതിരം വാങ്ങിച്ച് വിരലിടാനല്ല അയാൾ 15,000 രൂപ ചോദിച്ചേ. അതെന്തോന്ന് അത്യാവശ്യം? അത് പ്രായമുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ തോന്നും. നിന്റെ അച്ഛന് സ്വർണ്ണമോതിരം വാങ്ങിച്ചിട്ട് ആഗ്രഹിക്കാം. ഞെരിയാണി വയ്യാത്ത എന്റെ അച്ഛന് 4 വീലുള്ള സ്കൂട്ടർ ആഗ്രഹിച്ചുകൂടാ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ലെന്ത് എങ്ങനെ വളഞ്ഞത്?
പുല്ല് ബിരിയാണി എന്നാണ് തോന്നുന്നില്ല. അത് കുറെ നേരമായിട്ട് ഞെരിയാണി ഞെരിയാണെന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. കുറെ നേരമായിട്ട് ഞെരിയാണി ഞെരിയാണി എന്നല്ലേ കേൾക്കുന്നത്, അതുകൊണ്ടായിരിക്കും. ആ നീ നിന്റെ കാര്യം നോക്കിപ്പോ, എനിക്കറിയാം എന്താ ചെയ്യണമെന്ന്. എന്നാലും നീ എന്റെ അച്ഛനെ എന്തോ തോന്നോ പോണോ അതാ പിടിക്കും. ആവട്ടെ. അയ്യോ മക്കളെ മാമ മോളെ ആശേ, നിന്നെ ഞാൻ എൻ്റെ മരുമോളെ പോലെയല്ലേ കാണുന്നത്, എൻ്റെ സ്വന്തം മോളെ പോലെയാ. ഇത് എവളെക്കാളും സ്നേഹം എനിക്ക് നിന്നോടാ. എന്നിട്ട് നീ പറഞ്ഞു കളഞ്ഞല്ലോടി അച്ഛൻ്റെ ഞൊണ്ടല് കള്ള ഞൊണ്ടലാണെന്ന്. അയ്യോ അച്ഛാ, അത് ഞാൻ മോളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ഇങ്ങോട്ട് നോക്ക്, യുദ്ധവിമാനത്തിൽ ആക്സിലേറ്ററും ബ്രേക്കും ചവിട്ടുന്ന കാല. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും ഞാനൊരു കള്ള ഞൊണ്ടൽ ആരോടും കാണിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ കള്ളത്തരം കാണിക്കും നീ പറഞ്ഞു കളഞ്ഞല്ലോടി, കഷ്ടമായി പോയി. അയ്യോ അച്ഛാ, അത് അതന്നെ ചേച്ചി. ചേച്ചിയുടെ മനസ്സിലാച്ചിട്ടൊന്ന് ചോദിച്ചു നോക്ക്. എന്തോ നോക്കണത്? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എന്റെ മാമ അങ്ങനെ കള്ളമെന്ന് പറയരുത്. അല്ലേ മാമ? വേണ്ട ശിവ, എനിക്ക് എല്ലാരെയും മനസ്സിലായി. അയ്യോ പാവം അച്ഛൻ, നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പിന്നെ പാവം. ഞാൻ ചേട്ടത്തിനെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, നൈസായിട്ട് ഒന്ന് ചവിട്ടി കുത്തിയതല്ലേ. പൊടി പിന്നെ നിനക്ക് ക്ലാസ് ഇല്ലേ? ക്ലാസ് കഴിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ പോ. എന്നാലും മാമന്റെ കാര്യം അത് ഞൊണ്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പിന്നെ നാണക്കേക്കും കൂടായി. നാണം കണ്ട് നാരിക്കൊണ്ടാണ് മാമൻ പോയത് കേട്ടോ. പാവം. അയ്യോ ഒരുമാതിരി വൃത്തിയോട് കാണിക്കരുത് കേട്ടോ. എന്ത് അച്ഛൻ ആക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളല്ല ചെന്ന് അച്ഛനോട് പറഞ്ഞു കൊടുത്തേ. നിന്ന് പോയേ, എനിക്കല്ലേ പണി. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞേ? ഞാൻ എന്തിനു പോയി പറയണം, വേറെ ജോലിയുണ്ട്. അപ്പൊ പിന്നെ അത് എങ്ങനെ അറിഞ്ഞേ? എനിക്കെങ്ങനെ അറിയാം? ഒന്നവിടെ നിന്നേ. നിനക്കെന്താ ഒരു കള്ളത്തരം? നീ എങ്ങനെ ഒളിച്ചിരുന്ന് കേട്ടിട്ട് വല്ലതും ചെന്ന് പറഞ്ഞാണോ? ഞാനൊന്നും പറഞ്ഞതുമില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. നീ ചുമ്മാ കൊച്ചിനെ പേടിപ്പിക്കല്ലേ. ആ പോ. ഇപ്പൊ എന്ത് സംഭവിച്ചു? അച്ഛൻ വന്നിട്ട് ഭയങ്കര സെന്റി. എന്ത്? ആ കാലുവേദനയുടെ കാര്യം പറഞ്ഞതേ ഉള്ളാന്നാ തോന്നുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് ബുദ്ധിയുള്ളവര് പറയണ എഴുതാപ്പുറം വായിക്കരുതെന്ന്. അത് പിന്നെ ഭിന്നശേഷി ഉള്ളവർക്കാണ് സ്കൂട്ടർ കൊടുക്കുന്നതെന്ന് പറഞ്ഞ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ലാതിരുന്ന ആള് ഇതേ ഞൊണ്ടി വരണം. അപ്പൊ ആർക്കാണെങ്കിലും സംശയം തോന്നും. അതാണ് കോയിൻസിഡൻസ്, യാദൃച്ഛികത. എന്നാൽ ഇത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്കേ അച്ഛനൊരു സ്കൂട്ടർ മേടിച്ചു കൊടുത്താലോ? സ്കൂട്ടറാ? എന്റെ കാശൊന്നുമില്ല. നമുക്ക് ഇൻസ്റ്റാൾമെന്റിൽ മേടിക്കാം. നല്ല ഐഡിയ ആണ്. അതാവുമ്പോ അച്ഛന്റെ പെൻഷൻ കാശിൽ നിന്ന് തന്നെ എടുത്ത് അടച്ചോളൂല്ല. പിന്നെ ഇതിനാ നമ്മുടെ ഔദാര്യം. നീ ഇപ്പൊ സ്കൂട്ടറും പൊക്കി പിടിച്ചോണ്ട് വന്ന അച്ഛൻ സ്വീകരിക്കുന്നതാണോ നിന്റെ വിചാരം? തൽക്കാലം നീ പോയിട്ട് ഒരു മാപ്പ് പറയാൻ നോക്ക്. സ്കൂട്ടറിന്റെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. മാപ്പ് പറയണോ? ആ, അതാണ് എന്റെ ഒരു രീതി. അല്ല നിങ്ങൾ മാപ്പ് പറയോ? ഞാൻ മാപ്പ് പറയണെന്തിന്? നീ വേണ്ട മാപ്പ് പറയാൻ. അല്ല നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണല്ലോ അച്ഛൻ ആക്ട് ചെയ്യണമെന്ന് സംശയിച്ചേ. ഇല്ലല്ല, നീയല്ലേ സംശയിച്ചുള്ളൂ. അല്ല ഞാനല്ല, നിങ്ങളും ഉണ്ടായിരുന്നു. ഞാനില്ല, ഞാൻ സംശയിച്ചില്ല. അല്ല നിങ്ങളും ഉണ്ടായിരുന്നു, ഞാൻ അച്ഛനോടങ്ങ് പറയും. നീ പോ. വാ. അപ്പൊ അമ്മക്ക് വെറുതെ ഒരു അബദ്ധം പറ്റിയല്ലേ ഉള്ളൂ, വിട്ടുകളാ. പോട്ടെ, ഞാനല്ലാണ്ട് പിന്നെ ആരാ അവളോട് ക്ഷമിക്കേണ്ടത്? അച്ഛാ അടിച്ചാ അച്ഛാ ലോട്ടറി അടിച്ചാ 10 ലക്ഷം ലോട്ടറി. അടിച്ചില്ല. അടിച്ചില്ലേ? പരസ്യം. അപ്പൊ നീ പറ്റിച്ചതാണല്ലേ? പരസ്യം വന്നത്. എടാ മക്കളെ, നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. ഞാൻ തീർന്നു. ഇങ്ങനെ ഇരിക്കാൻ എന്ത്? ഞെരിയാണി വയ്യാത്ത പാവ അച്ഛൻ, ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. അച്ഛാ എന്നോട് ക്ഷമിക്കണം അച്ഛാ, ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു. കുറച്ചേ മതിയല്ലോ, സമാധാനമായല്ലോ. രക്തം കിട്ടാൻ കുറച്ച് മാതളം തരാം. എന്തോ നീ എന്തോന്ന് പറഞ്ഞേ? ഞാൻ വെയിലുകൊണ്ട് കറങ്ങി വീണാണെന്നാ? വായിച്ച് നോക്കടാ അങ്ങോട്ട്. തോട്ടിൽ വീണ പൂച്ചക്കുട്ടിയെ രക്ഷിച്ച് യുവാവ് മാതൃകയായി. യുവാവോ? ഫസ്റ്റ്. എടാ ധീരതയാണ് ഹൈലൈറ്റ്. തള്ള അളിയന്റെ ഫോട്ടോ കാണിക്കണേ. ഓ നല്ല പെട്ടിക്കൂട്ടം കാണാൻ നോക്കിയതാ. വെട്ടിക്കൊണ്ട്
എറണാകുളം കൂത്തുപറമ്പ് അടിയൊഴുക്കുള്ള തോട്ടിൽ വീണ പൂച്ചക്കുട്ടിയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച കമ്മൗണ്ടർ ഉത്തമൻ. ഞാൻ മോനെ, കേരളത്തിന് മുഴുവൻ മാതൃകയായി. സ്ഥലം EK സൽക്കാരം ശ്രീനിവാസന്റെ പൂച്ചക്കുട്ടിയായ മിന്നുമോളെയാണ് ഉത്തമൻ അതിസാഹസികമായി രക്ഷിച്ചത്. ഈ ധൈര്യത്തിന്റെ രഹസ്യബന്ധത്തെ അന്വേഷിച്ച നാട്ടുകാരോട് എല്ലാ ക്രെഡിറ്റും ഹനുമാൻ സ്ഥാപിക്കുന്നത് രേഖപ്പെടുത്തി. എന്റെ പുതിയ ഒറിജിനൽ അല്ലളിയാ. ഒറിജിനലൊക്കെ തന്നെ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതണക്കുള്ള തീരെ എനിക്കും കിട്ടിയിട്ടുണ്ട്. നിനക്കപ്പോ കിട്ടി? സംശയം അമ്മ എടുത്ത് ചോദിച്ചു. എന്താണ്? ബേക്കറിയിൽ മുട്ട പപ്സ് തിന്നുകൊണ്ടിരുന്ന യുവാവ് ഫുഡ് പോയിസൺ അടിച്ച് മരിച്ചുപോയി. എന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. മരിച്ചും പോയാ നീ? ആ, മരിച്ചുപോയി. പത്രത്തിലാ? ആ, പത്രത്തിൽ. മരിച്ചു പോയതാ? അളിയ ചുമ്മാ അളിയ. അളിയ ഇതൊരു അച്ചീവ്മെന്റ് തന്നെ അളിയ. അടിപൊളി അളിയ. ഞാൻ എല്ലാരും കാണിക്കട്ടെ. കൊണ്ടുപോയി കാണിക്കുവാനാ? ചിറ്റപ്പ അത് കട്ട് പീസ് ഉണ്ടെങ്കിൽ കൊണ്ടേ കാണിക്കാം. നീ പോടി. ഐ ആം പ്രൗഡ് ഓഫ് യു അളിയ. അടിപൊളി അളിയ. ചിറ്റപ്പന്റെ ഫോട്ടോ പത്രത്തിൽ വരാത്തതിന്റെ അസൂയാണ്. മക്കളോടെ കാണിക്കണം. നമ്മക്ക് അസുഖമൊന്നും ഇല്ലടേ. നമ്മുടെ ഫോട്ടോയും വന്നാന്ന് ഞാൻ പറഞ്ഞു. നീ ചുമ്മാണേ കിടില. ഇനി ഞാൻ ഈ ആലോചിക്കുകയാണ് എന്നെ എങ്ങനെ ഞാൻ പുറത്തിറങ്ങി നടക്കുന്നു. അതെന്തളിയ? ഫേമസ് ആയില്ലേ? ഓ അങ്ങനെ. ഇനിയിപ്പോ ആൾക്കാരൊക്കെ സെൽഫി എടുക്കാനൊക്കെ വരും. സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? കളിയാ, ഒന്ന് സമാധാനിപ്പിച്ചേരാ. കളിയാടാ കളി. എനിക്കങ്ങോട്ട് സൂഹിക്കുന്നില്ല അങ്ങോട്ട്. മുത്തുവാണിന് ഇപ്പൊ ഫോണിന്റെ ബഹളോ ആണോ? മക്കളൊക്കെ മിടുക്കന്മാരാ. എന്റെ അച്ഛന്റെ ധൈര്യമല്ലേ അവർക്ക് കിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛന്റെ ധൈര്യം കണ്ണ വഴി അവിടെ ചരിത്രമൊക്കെ എനിക്കല്ലേ അറിയാവൂ. ശരി ശരി. ഓക്കെ. എന്താണ്? അതെ ഞാൻ വിളിച്ചോളാം. എന്നാ ഒന്ന് ആലോചിക്കട്ടെ. ശരി. എന്നെ ആരാണ് വിളിച്ചതെന്നറിയോ? ആരാ? വനം വകുപ്പ് മന്ത്രിയാണോടാ? മമ്മൂട്ടി എങ്ങനെയാണോ? അല്ല, പിന്നാരാ? ഷിജിൻ. ചൈനയുടെ പ്രസിഡന്റാ? അല്ലടോ, ഇത് മിണ്ടാപ്രാണി ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ഷിജിൻ മാമച്ചൻ. എന്തെന്നാ ഈ മിണ്ടാപ്പാണി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ എന്തോടാ? അമ്മ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെടുന്ന സംഘടന. കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു രോമം അനങ്ങി അവരറിയും. അപ്പൊ രോമ അനങ്ങില്ലെങ്കിലോ? അമ്മ, ഞാൻ അച്ഛനെ ഏതെങ്കിലും വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കുവേ. അല്ലെ പുള്ളി എന്തിനാ വിളിച്ചേന്ന് പറ. കാര്യം പറ. എന്നെ അവരുടെ ഞെട്ടോ നിങ്ങൾ ആരെങ്കിലും? പറയ്. എന്നെ അവരുടെ പ്രസിഡന്റ് ആക്കാൻ. ശരിക്കും? പിന്നെ പൈസ കിട്ടോ? എന്ത് പറഞ്ഞാലും ഈ പൈസ വയ്ക്കുന്ന നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് ശരിയല്ല കേട്ടോ. പിന്നെ പണിയെടുത്ത പൈസ ചോദിക്കണ്ടേ? മോശമാണത്. ഇത് അങ്ങനെയുള്ള സംഘടന അല്ലമ്മ. പൈസയൊക്കെ പലയിടങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ചിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതിനങ്ങനെ ലാഭം നോക്കിയിട്ടൊന്നുമല്ല. പക്ഷെ നിങ്ങളാരും വിഷമിക്കണ്ട. എന്നെ ഫുൾ ടൈം ടിവിയിൽ കണ്ടോണ്ടിരിക്കുക. ശരിക്കും ഉത്തമൻ അത് പറഞ്ഞു, ഉത്തമൻ ഇത് പറഞ്ഞു, ഉത്തമൻ അത് പതിച്ചു, അങ്ങനെ ഉത്തമൻ അപലപിച്ചു. നീ ആദ്യം പറഞ്ഞതാ കറക്റ്റ്. അമ്മ, എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആ സുമേഷിന് കിട്ടിയിരിക്കുന്ന എല്ലാ സ്വഭാവവും ഇതിൽ നിന്നാണ് വന്നത്. കുത്തിത്തിരിപ്പ്, പാരയിപ്പ്, ഏഷണി, കുന്നായ്മ, അങ്ങനെ എല്ലാം. മോനെ, കുത്തിത്തിരിപ്പ് ഏഷണി ഒന്നാടാ. കണ്ട എക്സ്പേർട്ട്. എന്റെ പൊന്നെണ്ണ നമിച്ച്. സുമേഷ്, നിനക്ക് ഈ ധീരതയെ പറ്റി വല്ല ഐഡിയ ഉണ്ടോ? ഈ പിള്ളേരെ പറ്റിക്കുന്ന ധീരതയില്ലേ, അതിഷ്ടം പോലെ ഉണ്ട് അല്ലേ? കള്ള പെണ്ണെ, നീ കുറെ നാളുകൊണ്ട് എന്നെ കള്ളാന്ന് വിളിക്കുന്ന. നീ അതൊക്കെ വിടേ. നീ എനിക്ക് എന്തെങ്കിലും രണ്ട് ധീരത പറഞ്ഞാടേ. ആ പെണ്ണ് എനിക്കൊരു സ്വസ്ഥ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. എന്തെങ്കിലും ഹീറോയിസം കാണിച്ചേ TV-യിൽ കയറി പറ്റിയേ പറ്റുള്ളൂ. അളിയാ, ഫുഡ് പോയിസൺ അടിച്ചാലോ? എഴിച്ച് പോടാഴിച്ച്. നിനക്ക് വല്ല അറിയാമെങ്കിൽ നീ പറഞ്ഞ ഫുഡ് പോയിസൺ അടിച്ചാൽ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്റെ വേറെ കിടില ഐഡിയ ഉണ്ട്, ഞാൻ വേണേ പറഞ്ഞുതരാം. വെറുതെ മാമ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ എടിച്ച് പൊടി ആണ്ടേ. നിന്നെ 3 ഉണ്ടല്ലേ, അതിനകത്ത് 4 ഉണ്ടല്ലേ, അതിനകത്ത് വെച്ച് കോൺക്രീറ്റ് വെച്ച് പൂട്ടിക്കളയും. അത് 4 കെട്ടല്ലേ, അത് നടുമുറ്റം. എന്തോ മുറ്റായാലും എടിച്ച് പോ. ഇവിടുമാരെ പറഞ്ഞിവിടും. പോടാ ശംഭു, പോടാ. പോ. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു താടേ. അളിയാ, ഓ അളിയ വന്നേ. എന്തെങ്കിലും ഉണ്ടാടേ. അളിയൊരു TV കയറണോ അല്ലേ? ഓ അത്രേ ഉള്ളോ?
എത്ര ഉള്ളടാ? CCTV. അളിയന് വൈറലാവണമെങ്കിൽ ഏതെങ്കിലും CCTV മുമ്പിൽ ചെന്ന് ഹീറോയിസം കാണിച്ചാൽ മതി. എന്റെ ചേട്ടന്റെ പൂച്ച കൊടുത്ത് ഒന്നും അല്ലതോ. എടാ ഞാൻ ഈ CCTV മുമ്പ് എന്തോ ഹീറോയിസം കാണിക്കാൻ? അളിയനെ ഇങ്ങനെ ചാഞ്ഞു വരുന്ന പോസ്റ്റ് ഇങ്ങനെ താങ്ങി നിർത്താൻ പറ്റൂ. എടാ നീ മനുഷ്യനെ കൊണ്ട് പറ്റണമെല്ലാം പറയട്ടെ. എന്നാ അവിടെ ഒരു ബോംബ് എറിഞ്ഞാലോ? അയ്യാ സാമി, നീ ആളെ എവിടെ? എന്നാ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അതാണ്, നീ ആലോചിച്ചിട്ട് ഒരു നല്ല ഐഡിയ പറഞ്ഞ നിനക്ക് പറ്റും. അളിയാ, ഓ അളിയന് CCTV മുമ്പിൽ ചെന്നേ നിക്കറിട്ട് ഇങ്ങനെ കുലുങ്ങാൻ പറ്റൂ? നിൽക്കാണ് എവിടത്തെ തീരെയാടാ നിനക്ക്? എന്താ വെച്ചാൽ എനിക്കറിയത്തില്ല. അളിയ ചെയ്തു നോക്കും. എടാ നീ അടിച്ചുപോ. ഇതിപ്പോ മിക്കവാറും നിന്നെ ഞാൻ CCTV മുമ്പ് ഇട്ട് പട്ടി അടിക്കുമ്പോൾ അടിച്ചു കൊല്ലും കേട്ടാ. എന്നാ കുണ്ടോ മഞ്ചല് കുണ്ടോ മാലിലങ്കേറേ. ദുരന്തം പിടിച്ച സമയത്താണ് ഞാൻ നിന്റെ അടുത്ത് വന്ന് ഐഡിയ ചോദിച്ചത്. മാലിലങ്കേരേ ചെറിയ അടിപൊളി അവനെ പറയാം. നീ ഇനി ഒന്നും പറയണ്ട. ചെറുതുണ്ട്. വേണ്ട, നീ വേണ്ടാത്തോണ്ടാണ്. നീ പറ. അതിൽ ഞാൻ പറഞ്ഞു തരാം. എന്തോ എന്തിനാണ് ആളുകൾ പൊട്ടിക്കുന്നത്? വരുമല്ലേ ശിവേട്ടൻ അവിടെ? എടാ ശിവേട്ടൻ അവിടെ ഒന്ന് നോക്കി പിടിപ്പിക്കും ഉണ്ടക്കണേ. അളിയെ പോലീസ് വിളിച്ചുകൊണ്ടുപോയി 21 ദിവസത്തേക്ക് ക്വാറന്റൈനിലാക്കി. നിങ്ങളിതിപ്പോ എവിടെ പോയിരുന്നേ? നീ പറയുന്നോ ഞാൻ പറയണോ? നീ പറഞ്ഞു ചേട്ടന്റെ പടം പത്രത്തിൽ വന്നത് കണ്ട് ഇവൾ അളിയന്റെ അടുത്ത് പറഞ്ഞു അളിയന്റെ പടം പത്രത്തിൽ വന്നാ പോലെ ടിവിയിലൂടെ വരണമെന്ന്. എന്തോന്ന്? ടിവിയിലും കൂടെ വരണമെന്ന്. ആരെ പടം? അളിയന്റെ പടം. അവൻ എങ്ങനെയാ പോലീസ് പിടിച്ചെന്ന് പറ. ഞങ്ങള് CCTV കണ്ടാലേ തീരെ കാണിക്കാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ കുറെ ദൂരം ഇങ്ങനെ CCTV നോക്കി കുറെ ദൂരം അങ്ങ് നടന്നു. എന്നിട്ട് എന്തുവാ, ഞങ്ങള് നടന്ന് കുഴഞ്ഞ് ഒരു 40-45 ഡിഗ്രി ഒരു വേനലടിച്ച കാറ്റൊക്കെ പെട്ടെന്ന് പറയാടാ അങ്ങോട്ട്. നിങ്ങളല്ലേ ഏട്ടാ പറഞ്ഞ എല്ലാം മുൾമുലയും നിർത്തി സംസാരിക്കാവുന്നു. ഓ, നീ അവര് പറയുന്നത് ശ്രദ്ധിക്കട്ടെ. എങ്കിൽ ഞാൻ പറയാം ചേച്ചി. ഞാനും അളിയനും കൂടെ ഒരു ഹോട്ടലിൽ കയറി ചെന്ന് അവിടെ ക്യാമറ ഉണ്ടായിരുന്നേ. അപ്പൊ ചേറി ചെന്നതും ഏതോ ഒരു വെറുവാക്കിൽ ഓടിച്ചോണ്ട് റൂട്ട് മാപ്പ് പൊക്കി പിടിച്ചോണ്ട് ഒരു പോലീസുകാർ ഓടി വന്നു. അളിയനെ പിടിച്ച് പോലീസിൽ പോയിട്ട് ഞാൻ നേരെ കണ്ടം വഴി ഓടി. എന്ത് പണിയാടി നീ കാണിച്ച? ഇനി 21 ദിവസം ചെറുക്കൻ അവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ടേ? നീ വിഷമിക്കണ്ട, നീ വിഷമിക്കേ വേണ്ട. നിനക്ക് സന്തോഷം തരുന്ന രീതിയിൽ വൈറലാകാൻ പറ്റുന്ന ഒരു ഐറ്റം അളി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുവാടാ? എന്റെ പൊന്ന് സാറേ, എന്റെ പെണ്ണുമ്പിള്ള പറഞ്ഞിട്ടാ സാറേ ഞാൻ ഇങ്ങോട്ട് വന്ന സാറേ, അവൾ എന്നെ കുരിച്ചേർത്ത് ഇടിക്കും സാറേ, അങ്ങനെയൊക്കെ പറഞ്ഞൊരു സാധനം അളി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം നിങ്ങളെല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. കൊറോണ ഉള്ള ഹോട്ടലിൽ പോവാ ഞാൻ പറഞ്ഞു. നിർത്ത്. നീ ആ ഹോട്ടലിൽ കയറിയോ? കേറിയെങ്കിൽ ഒന്ന് മാറി ചേട്ടാ അച്ഛാ, ഞാൻ ജസ്റ്റ് ഞാനിങ്ങനെ കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. എടാ അതിപ്പോ കാലിൽ കൂടെ അള്ളിപ്പിടിച്ച് കയറി നിന്റെ മൂക്കി എത്തിക്കാണും. ആണ്ട ഉച്ചയിൽ വന്ന് വേണം ഇളക്കി എടുത്തോ. ഇളക്കി എടുത്ത് തിന്നു. അല്ല സുമേഷ്, അവര് പറയുന്നതിലും കാര്യമുണ്ട്. ഇവിടെ മുത്തശ്ശിയും പിള്ളേരും ഒക്കെ ഉള്ളല്ലേ, റിസ്ക് എടുക്കാൻ പറ്റൂല. അത് ശരിയാ. ഇറങ്ങണ അങ്ങോട്ടേക്ക്. എടി മൂദേവി, നീ ഒരുത്തിയാറുണ്ടല്ലോ രണ്ടുപേരെ വഴിയാതായത്. അത് ഞാൻ ആലോചിക്കണം. ഞാനിങ്ങോട്ട് പോകാൻ അച്ഛ ഫോൺ വിളിക്കും കേട്ടിട്ടില്ലേ? പ്രതിരോധം രോഗത്തോടാണ്, രോഗികളല്ലെന്ന്. പിന്നെ ഞാനങ്ങോട്ട് പോകും. എടാ നീ ഒറ്റക്കല്ലല്ലോ, ശിവേട്ടനല്ലേ, പോടാ അങ്ങോട്ടേക്ക്. നോക്കോ. പിടിച്ചു കയറി തരിഞ്ഞ് ഡിസ്റ്റൻസ്. എന്റെ പൊന്നമ്പാട്ടി നിന്നെടുത്തിയ ഒരു കാര്യം പറയാം. ദൈവത്തെ ഓർത്ത് ഈ വക തറ പരിപാടിക്ക് ആരെയും വിളിക്കരുത്. നീ എന്താടി ഒന്നും മിണ്ടാത്തേ? നിന്റെ വായിക്കാത്ത എന്തോ ഉപ്പുമാ ഉരുട്ടി വെച്ചിട്ടുണ്ടോ? എടാ പയ്യെ പറയടാ, തുപ്പല് എറിയും. ദൂരെ കൊറോണ പിടിച്ചെന്ന്.